തൊരടം നായ എവിടെ അജി സ്വർണ്ണം ഒളിപ്പിച്ചേ തോളം ചെലക്കടാ. നിങ്ങളെ ആളുകൾ തന്നെയല്ലേ എന്റെ അടുത്ത് സ്വർണം വാങ്ങിയത്? നിങ്ങളെ സ്വർണ്ണം ഞങ്ങൾക്ക് തന്നില്ലേ? എന്തിനാ നിങ്ങൾ ഇന്നെങ്ങനെ തല്ലിടത്? നുണ അറിയുന്നോടാ തേട്ടി. ആരെ ജീ പറ്റിച്ചാ നോക്കണേ? എത്ര രൂപയുടെ മുതലേ നിനക്കറിയോ? ആ ലക്ഷങ്ങൾ എന്നെ കൊണ്ട് ഉണ്ടാക്കിച്ചേ വിടുള്ളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. സുറ കണ്ട കൊറേ കാലം ഞങ്ങൾ ഈ പരിപാടി അതിലും വലിയ നമ്മൾ കൊണ്ടിരുന്നത്. എടാ ആള് മാറിപ്പോയല്ലോ, ഇനി എന്താ ചെയ്യാ? എന്ത് ആള് മാറിയെന്നോ? പന്നി പിന്നെ സ്കെച്ചിട്ട് ഞാൻ എന്ത് കാട്ടാനാ? എനിക്ക് കിട്ടുന്ന പേരല്ലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അളയാ സംഭവം പാളിക്കണം. ആള് മാറിയെന്നാ പറഞ്ഞ. അല്ല ഇതിപ്പോ പുലിവാലായല്ലോ, ഇനി ഇവൻ എന്ത് ചെയ്യും? വണ്ടി കയറ്റി കച്ചി അവിടെ എവിടെയും കൊണ്ടുപോയി തട്ടാം. കൊണ്ടുവരാടാ ചക്കര. എന്താ കാട്ടിക്കൂട്ടിന് പെട്ടെന്ന് നോക്ക്. ആരെയൊക്കെ റോഡിൽ ഇറങ്ങുമ്പോ തന്നെ തട്ടണോനെ. വെറുതെ സമയം മനക്കെടുത്താൻ. നിസാദ പെട്ടെന്ന് നോക്കടാ, മെയിൻ റോഡാണ്. ഇവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ, ആരെങ്കിലും വന്നിട്ട് തുടങ്ങിക്കോളൂ. ആ എഴുന്നേറ്റോ? എഴുന്നേക്കണ്ട എഴുന്നേക്കണ്ട, അവിടെ കിടന്നോളൂ. ഞാനിപ്പോ എവിടെയാണ്? നിങ്ങൾ ആരാണ്? പേടിക്കണ്ട, നിങ്ങളിപ്പോൾ ആസ്പത്രിയിലാണ്. ഞാനിവിടുത്തെ SI ആണ്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് നിങ്ങളെ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടത്. പിന്നെ നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? പെങ്ങളെ കല്യാണം ആയതുകൊണ്ട് നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എടാ റിയാസെ, നമുക്കിന്ന് ക്യാരിഫോറിലേക്കൊക്കെ ഒന്ന് പോയി തരടാ. നാട്ടിലേക്കൊക്കെ പോകാനായിട്ടാ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു. അല്ല, അതിനെനിക്ക് സാലറി കിട്ടിയോ? ഇല്ലടാ, അർബാബ് ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞോണ്ടിരിക്ക. മറ്റന്നാളാടാ ടിക്കറ്റ്. എൻ്റെ മീസിരി എന്നെ പറ്റിക്കാരം. പെങ്ങളെ കല്യാണം എങ്ങനെ നടത്തുന്ന ആലോചിച്ചിട്ട് ഒരു ഐഡിയ ഇല്ലടാ. ഞാൻ എനിക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം മതിയേ.
എന്താ കാര്യം പറയും? ഈ കുറച്ച് സ്വർണം കൊണ്ട് അതാവുമ്പോൾ എനിക്ക് അത്യാവശ്യം പൈസയും കിട്ടും. അല്ലാതെ ഇപ്പൊ ഞാനൊരു വഴിയും കാണില്ലടാ. പോണവിടുന്ന്. മനുഷ്യൻ നല്ലേൽക്ക് പോകാൻ എനിക്ക് പറ്റില്ലല്ലേ? ഈ പോവല്ല ജീവ. എന്താ? ഇരിക്ക്, സംസാരിക്കട്ടെ. ഞാൻ അയാൾക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. ആ അഷ്റഫ് ഭായി അല്ലേ? അഷറഫ് തന്നെ. ഇതാര്? ഓക്കെ ഓക്കെ ശരി. ബഷീറേ, ആ ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. മറ്റന്നാൾ നാട്ടിൽ പോവാ. ആ 1,00,000 ഉറുപ്പ്യ എനിക്ക് കിട്ടും. എവിടെ പോയിട്ട് വാങ്ങണ്ടേ? വാട്സപ്പിക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. അത് നോക്കിയിട്ട് പോയാൽ മതി. ആയിക്കോട്ടെ. ഒരു കുഴപ്പമുണ്ടാവില്ലടാ. ഞാൻ തന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോകണല്ലേ. അനക്ക് നല്ല എക്സ്പീരിയൻസ് അല്ലടാ. ഓടാ. ബഷീറേ, ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. നാളെ അവിടെ പോയി സാധനം മേടിച്ചോണ്ട് കേട്ടോ. എന്താടി ഈ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. എങ്ങനെ ദേഷ്യമില്ലാതെക്കും? ഒരു സ്മാർട്ട് വാച്ച് ഒരു മൈക്രോ ബോക്സും എന്നോടല്ലേ കൊണ്ടുവരാൻ പറയുന്നത്? കുറെ നേരമായില്ല എന്നോട് പറയുന്നു, അപ്പൊ ഈ കേക്കൂല. കൊണ്ടുവരാടാ ചക്കരെ. അല്ല എന്റെ താത്ത ഇവിടെ? ഓൾ കോളേജിൽ പോയിക്കണ്. എന്നാ ശരി. എനിക്കെല്ലാം ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഒന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഹലോ, ഞാൻ നിങ്ങൾ പറഞ്ഞ ലൊക്കേഷനിലുണ്ടല്ലോ. ഞാൻ ഇവിടെ വണ്ടിയിലുണ്ടെന്ന്. വൈറ്റ് ക്യാമറ 1362. ആ ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു. ഹായ് ബ്രോ, എന്തല്ല കഥ? കസ്റ്റംസ് നോക്കിയങ്ങ് ഒന്നും അറിയില്ലടാ. പുറത്ത് മാത്രം ചോക്ലേറ്റ്, ഉള്ളിൽ സാധനം ഉണ്ട്, പേടിക്കണ്ട. ഉമ്മ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. സിതുമ വണ്ടി കൊണ്ട് വരാ പറഞ്ഞിട്ടുണ്ടല്ലോ. പോന് വന്നോ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ടാക്സിക്ക് ഒന്നുണ്ട്. ബെസ്റ്റ്. നമുക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നില്ല അത്? ഷേ, സർപ്രൈസ് വേണ്ടായിരുന്നു. ഏതായാലും ഷാഹിനാക്കൊരു സർപ്രൈസ് കൊടുക്കാം. ആരീ നേരല്ലാത്ത നേരത്ത്? ഹലോ, ആരാ? ഈ എവിടെടോ? ഭയങ്കര ബിസിയാണല്ലോ. അല്ല, ഇങ്ങളോ? ഇത് നാട്ടിലത്തെ നമ്പറാണല്ലോ. യെസ്, ഞാനിതാ കാലിക്കറ്റ് എയർപോർട്ടിൽ പോകുന്ന ഇറങ്ങിയതേ ഉള്ളൂ. എന്നോടൊരു അക്ഷരം പോലും പറയാതെ, ഒരു സൂചന പോലും തരാതെ ഒരു സർപ്രൈസ് കൊണ്ടങ്ങ് കേറി വരും. അല്ലടാ തെണ്ടി. നിക്കാ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അല്ലാ, ഇജ്ജ് കാക്കിന്നെ. കൊണ്ടുവരാൻ എഴുതിയ ലിസ്റ്റ് എല്ലാം വേസ്റ്റ് ആയി. എയർപോർട്ടിൽ വെച്ച് തന്നെ ഞാൻ ആ സ്വർണം അതിൻ്റെ ആളുകൾക്ക് തന്നെ കൊടുത്തു. അപ്പൊ തന്നെ അതിന്റെ കാശ് എനിക്ക് തന്നു.
പിന്നെ എന്തിനാ ഈ ടീം നിന്നെ ഉപദ്രവിച്ച്? അതാണ് എനിക്കും അറിയാത്തത്. എന്റെ ലഗേജ് എല്ലാം ഒരു തട്ടിയെടുത്തു. ഏതായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, അതിന്റെ ഭാഗ്യം. അവരെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. അവരൊരാളെ ഞാൻ വെറുതെ വിടില്ല. സുഖമായില്ലേ? പോണ്ടേ നമുക്ക്? ആ സുഖണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് തീർന്നാ പോട്ടോ. ആ ആയിക്കോട്ടെ. നിങ്ങൾ ആ ഫോണും തരുമോ? വീട്ടിൽ വിളിക്കാനാ. അതിനെന്താ? എന്നാ വിളിച്ചു. ഹലോ, ആരാണ്? ഉമ്മ, എടച്ചിത്ത് എവിടെയാണ്? അന്നെ എത്ര നേരം സിതുമ എയർപോർട്ടിൽ കാത്തിക്കണ്? ഏതടുപ്പ് പോയി കിടക്കജ്? ഇടക്കിപ്പോ ഹോസ്പിറ്റലിലേക്ക് വരണം. എനിക്കിപ്പോ എന്നെ കാണണം. അത് വേണ്ടമ്മ, ഇന്ന് ഡിസ്ചാർജ് ആവും. ഞാൻ അവിടേക്ക് വരാം. എന്നാ ശരി, ഞാൻ വെക്കണേ. വേറെ ആളെ ഫോണാണ്. ആ വേദന ഉണ്ടുമ്മ. അങ്ങടെ അടങ്ങിയിരിക്കു പെണ്ണേ. പഠിച്ച റബ്ബന്റെ കുട്ടിക്ക് എന്ത് പറ്റിയത്? ഇതൊക്കെ എന്താണ് മോനെ? എന്താണ് പറ്റി? എന്താണ് സംഭവിച്ചത്? സാരല്ലമ്മ, ഇത്രല്ലേ പറ്റുള്ളൂ. ജീവൻ തിരിച്ചിട്ടില്ലേ? അനക്കുള്ള സാധനങ്ങളെല്ലാം ഒരു തട്ടിയെടുത്തടാ. ഒന്നും ബാക്കി കിട്ടിയില്ല. പണ്ടാർക്കാലം നശിച്ചു പോട്ടെ. വാ ഉള്ളിക്ക്. സെൽമയുടെ ഓളങ്ങോട്ട് മൈലാഞ്ചിടാൻ പോയിക്കണ്. മിന്നുവിന്റെയും ജന്നന്റെയും ഒപ്പം പോയതാ. ഏതായാലും ഓള് വരട്ടെ, എന്നിട്ട് കാണാം. എനിക്കൊന്ന് ഉറങ്ങണം. ഈ ആ റൂമിൽ പോയി കിടന്നു. വീട്ടിന്നാണ്. ആ സൽമ, എന്റെ മൈലാഞ്ചിടല് കഴിഞ്ഞില്ലടി. നേരെ എത്ര ഏജ് പോയിട്ട്? ആ ഇപ്പൊ കഴിയും. എന്റെ കാക്ക വന്നിക്കണ്. ഞാനും എന്റെ അടുത്ത് കൊടുക്കാം. ഹലോ ഇക്കാക്ക. സെൽമ, ഞാൻ വീട്ടിലെത്തിണ്ടടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ മൈലാഞ്ചി കണ്ട് സുന്ദരിയായിട്ട് വാ. അപ്പോ ഞാനൊന്ന് ഉറങ്ങി എണീക്കട്ടെ. ഓക്കേടി, ബൈ. എത്ര നേരം എങ്ങനെ ഇരിക്കണേ? ഇപ്പോഴും മാറി കഴിഞ്ഞില്ലേ? അവിടെ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ വണ്ടി ആത്തുക്കുണ്ട്. വേഗം നോക്കിട്ടോ. ഇപ്പൊ റെഡി ആവും. നോക്കാം. ബഷീറെ, പുതിയ ആപ്പിൾ കൊടുക്കാനുള്ള സാധനം വാങ്ങണ്ടേ? സാൻഡ്വിച്ച് എന്താണെന്ന് വാങ്ങിക്കൊണ്ടേ. ഇവരെ കാര്യങ്ങൾ സെറ്റ് ആയി കൊടുത്താ.
ആ എന്തേ? കല്യാണമൊക്കെ അല്ലേ, ഫുൾ ബിസി ആയിരിക്കൂലേ? ആടെ കുറച്ച് ബിസിയാണ്. പുതിയ ആപ്പിൾ വരുമ്പോഴത്തേലുള്ള സാൻഡ്വിച്ചും സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എന്താ വിളിച്ചത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ വിളിച്ചതാ. അത് ശരി. നിങ്ങൾക്ക് ഇനിയും കൂടി കൂട്ടിക്കൊണ്ടേ കൂടെയായിരുന്നോ? ഇവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കുക. ഇന്നാ പിന്നെ എല്ലാം ഒറ്റ ചെലവിൽ നടക്കുമല്ലോ. അയ്യടാ, പെണ്ണിന്റെ ഒരു പൂതി. ഒരു കൊല്ലം കൂടി അടക്ക്, അതൊക്കെ കഴിഞ്ഞിട്ട് മതി നമ്മളെ കല്യാണം. എന്നാ ഓക്കെ, ബൈ. ആ ഓക്കെടി, എന്നാ ബൈ. കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻ മുഖം, കളകളും തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം, നാട്ടുവരമ്പിൻ തുമ്പപ്പൂവിൽ തെന്നിത്തിരിക്കും മഞ്ഞുതുള്ളികൾ, ആരും കാണാ വർണ്ണം ചൂടും കയ്യിൽ നാണം തുള്ളുന്നേ. ആ എന്താ സാർ? ആ ബഷീറേ, ഞങ്ങൾ ഇന്നലെ അവരെ പൊക്കിയിട്ടുണ്ട്. അവര് കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഏതായാലും ഇന്ന് കല്യാണമൊക്കെ അല്ലേ, നീ കല്യാണ തിരക്ക് കഴിഞ്ഞിട്ട് സ്റ്റേഷനിലോട്ടൊന്ന് വാ. ഒരു ചെറിയ തിരിച്ചലവ് പറയൽ നടത്താനുണ്ട്. ഓക്കെ സാർ, ഞാൻ വരാം. സ്വന്തം താല്പര്യങ്ങൾക്കായി പിറന്ന നാടിനെയും നാടിന്റെ സമ്പൽ വ്യവസ്ഥയെയും തകരാറിലാക്കുന്ന ദുഷ്ട ശക്തികൾക്കെതിരെ ഒരേ മനസ്സോടെ നാം അണിനിരക്കുക. തുച്ഛമായ സാമ്പത്തിക ലാഭത്തിനായി പാവപ്പെട്ട യുദ്ധത്തിന്റെ നിസ്സഹായതയെ ആയുധമാക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളുടെ കടിയിൽപ്പെട്ട് ഇനിയും ഒരു സാധുവിന്റെ ജീവൻ ഈ വഴികളിൽ പൊലിയാതിരിക്കട്ടെ. മെഹന ഡിസൈൻ ഉള്ളപ്പോ പിന്നെന്തിനാ ടെൻഷൻ? വിവാഹ ആഭരണങ്ങളും വസ്ത്രങ്ങളും ചുരുങ്ങിയ ചെലവിൽ റെന്റിന് നൽകുന്നു. മെഹന ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റുഡിയോ, മൂച്ചിക്കൽ. ഫോൺ 9778 531 663.